ഇങ്ങനെയെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില ഡിവോട്ടീസ് ഈ ഗ്രൂപ്പിൽ നിന്ന് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ ന്യൂ ഡിവോട്ടീസ് ഉണ്ട്. സോ ഇപ്പൊ തിരിച്ച് നമ്മൾ ആ വൈഷ്ണവാചാര്യന്മാരുടെ കഥ തന്നെ തിരിച്ച് കേൾക്കാൻ പോവാണ്. എന്തിനാ ഇതൊക്കെ കേൾക്കുന്നത്? എന്തിനാ വൈഷ്ണവാചാര്യസിനെ കുറിച്ച്, നമ്മുടെ ഈ സമ്പ്രദായത്തിലുള്ള ആചാര്യന്മാരിനെ കുറിച്ച് എന്തിനാ കേൾക്കേണ്ടത്? അത് ബിക്കോസ് ശ്രീല നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, താതേരോ ചരണ സേവി ഭക്ത സന്നിവാഷ് ജനമേ ജനമേ ഹോ ഈ അഭിലാഷ്. നരോത്തം ദാസ് ഠാക്കൂറുടെ ഒരു വൈഷ്ണവ ഭജനുണ്ട്, ഹരിഹരായ നമ കൃഷ്ണ. ആർക്കൊക്കെ ഗ്രൂപ്പിൽ ഈ ഭജൻ അറിയാം? ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമ പാട്ട് കേട്ടിട്ടുണ്ടോ? യെസ്. പ്രഭു കേട്ടിട്ടുണ്ട്. വേറെ ആരെങ്കിലും? മോള് പാടും മകത്തി. കേട്ടിട്ടുണ്ട്. കലാമാജി കേട്ടിട്ടുണ്ട്. സോ ഇസ്കോൺ ടെമ്പിളിലൊക്കെ പോയാ ഈ പാട്ട് അവര് പാടും. എപ്പോ എസ്പെഷ്യലി മായാപൂരിലൊക്കെ കാണുമ്പോ മധ്യാഹ്നം 12 മണിക്ക് രാജ്ഭോഗ് ആരത്തി ഉണ്ട് ഉച്ചയ്ക്ക്. അപ്പൊ ആ സമയത്ത് ആരതി കഴിഞ്ഞിട്ട് ആരതിയിലെ 12 o'clock രാജ്ഭോഗ് ആരത്തിന് പാട്ട് പാടും, യശോമതി നന്ദന ബ്രജവര നാഗര. ആ പാട്ട് പാടിയ ശേഷം ആരതി കഴിഞ്ഞിട്ട് ജസ്റ്റ് സിമ്പിൾ കീർത്തൻ എല്ലാ യെസ് മാതാജി എല്ലാ ഡിവോട്ടീസ് വന്ന പിൽഗ്രിംസ് എല്ലാവരെയും കൊണ്ട് ഒരുമിച്ച് ഡാൻസ് ചെയ്യിക്കാൻ വേണ്ടി കീർത്തൻ ചെയ്ത് ഒരു നഗർ സങ്കീർത്തൻ പോലെ ചെയ്യും. അപ്പൊ ഈ പാട്ടാണ് പാടുന്നത്. ഈ പാട്ട് നടത്തുന്ന എഴുതിയത് തന്നെ അതിനു വേണ്ടിയാണ്. ഇപ്പോ നഗര കീർത്തൻ, അതായത് മഹാപ്രഭുയുടെ സമയത്തൊക്കെ തുടങ്ങി വെച്ചതാണ് റോഡിലൂടെ കീർത്തൻ ചെയ്യുന്നത്. ഭഗവാന്റെ നാമങ്ങൾ റോഡിലൊക്കെ പാടി പോയി എല്ലാവരും കേൾക്കും. ഡിവോട്ടീസ്, നോൺ ഡിവോട്ടീസ്, ചെടി, മരം, പിന്നെ അവിടെ ഉള്ള അനിമൽസ്, പശുക്കളൊക്കെ ഹരിനാമം കേൾക്കാൻ വേണ്ടി ഇതുപോലെ ഭജൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹരിഹരായ ഭജൻ നമ്മൾ കണ്ടാൽ അതിൽ മുഴുവൻ ഭഗവാന്റെ പേരുകളാണ്. ഹരി, ഹരായ നമ, കൃഷ്ണ, യാദവ, മാധവ, കേശവ, അങ്ങനെ. അപ്പൊ എല്ലാവരും കേൾക്കാൻ വേണ്ടി. സോ ആ വൈഷ്ണവ ഭജനിൽ നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്, താതേര ചരണ സേവി ഭക്ത സന്നിവാസ്. ഈ ഭക്തர்கள் ആചാര്യയുടെ ചരണ സേവി, അവരുടെ പാദങ്ങൾ വന്ദനം ചെയ്ത് അവരെ വർഷിപ്പ് ചെയ്ത് അവരുടെ ഫുട്സ്റ്റെപ്സിൽ പോണം. താതേര ചരണ സേവി ഭക്ത സന്നിവാസ്. ആൻഡ് ഭക്തர்களுടെ സംഘത്തിൽ എപ്പോഴും വസിക്കണം. ഭക്ത സന്നിവാസ് ജനമേ ജനമേ മോർ ഏ അഭിലാഷ്. ഈ ജന്മത്തിൽ മാത്രമല്ല, എത്ര ജന്മം എടുത്താലും ഇതാണ് എൻ്റെ ഒരേ അഭിലാഷ്. സോ അങ്ങനെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നമ്മുടെ മൂഡ്. ഡിവോട്ടീസിന്റെ മൂഡ് അങ്ങനെ തന്നെ ഉണ്ടാവണം. അപ്പൊ അങ്ങനെ നമ്മുടെ മൂഡ് ഉണ്ടായാൽ നമുക്ക് ഈസി ആയിട്ട് ഭഗവത് ധാമിലേക്ക് തിരിച്ചു പോവാം, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവാം. ആ പാട്ടിൽ തന്നെ നർമ്മസർ പറയുന്നുണ്ട്, എച്ചായ ഗുഷായി കൊറിയ സ്മരൺ ജാഹ ഹൈത്തെ വിഘ്നനാസ് അഭിഷ്ടപൂരൻ. ഈ വൈഷ്ണവ ആചാര്യന്മാർ, എസ്പെഷ്യലി നമ്മുടെ വൃന്ദാവന്റെ 6 ഗോസ്വാമീസ്, അവരെ സ്മരിച്ച ശ്രീരൂപ്, ശ്രീ സനാതൻ ഭട്ട രഘുനാഥ്, ശ്രീജീവ ഗോപാൽ ഭട്ട ദാസ് രഘുനാഥ്, ഇതിനാണ് 6 ഗോസ്വാമിമാർ. ശ്രീരൂപ്, ശ്രീ സനാതൻ രൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി, ഭട്ട രഘുനാഥ്, രഘുനാഥ് ഭട്ട ഗോസ്വാമി, ശ്രീജീവ ഗോപാൽ ഭട്ട, ജീവ ഗോസ്വാമി, ഗോപാൽ ഭട്ട ഗോസ്വാമി, ദാസ രഘുനാഥ്, രഘുനാഥ് ദാസ് ഗോസ്വാമി. ആൻഡ് നമ്മുടെ വൈഷ്ണവാചാര്യസ്, ഇവരുടെ ജീവിതം, ഇവരുടെ പേര്, ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റി നമ്മൾ സ്മരിച്ചാൽ പോലും ജാഹത്തെ വിഘ്നനാശ് അവിഷ്ടപൂരൺ. നമ്മുടെ ഭക്തിയിൽ ഏതൊക്കെ വിഘ്നങ്ങളുണ്ടോ അതൊക്കെ നശിച്ചു പോകും. വിഘ്നനാശ് അഭിഷ്ടപൂരൺ. എന്ത് അഭിലാഷ്, എന്ത് നമ്മുടെ മനോവാഞ്ച എന്തുണ്ടോ, നമ്മുടെ ആഗ്രഹം എന്തുണ്ടോ അത് അത് പൂർണ്ണമാവും. സോ അതുകൊണ്ടാണ് വൈഷ്ണവ ആചാര്യസിനെ കുറിച്ച് കേൾക്കുന്നത്. അവരെ കുറിച്ച് കേട്ടാ അപ്പോ നമുക്ക് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ ഏതൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അത് പൂർത്തിയാവും. ഏതൊക്കെ ഓബ്സ്റ്റിക്കിൾസ്, ഏതൊക്കെ വിഘ്നങ്ങൾ, ഏതൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ പോവും. സോ അങ്ങനെ നമ്മൾ തിരിച്ച് ഈ വൈഷ്ണവാചാര്യ സീരീസ് തുടങ്ങിയിട്ട് ദിസ് ടൈം ഈ സമയം ഞാൻ എല്ലാ ആചാര്യന്മാരെ കുറിച്ചും പറയാൻ പോകുന്നില്ല. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ആഴ്ച എന്തെങ്കിലും ആചാര്യന്റെ ആവിർഭാവ് തിരോഭാവ്, അതായത് അവർ ജന്മം എടുത്ത്
ആവിർഭാവ് ചെയ്ത ദിവസം അല്ലെങ്കിൽ അവർ ഭഗവത് ധാമിലേക്ക് തിരിച്ചു പോയ ദിവസം ആ തിഥി ഉണ്ടെങ്കിൽ ആ ആചാര്യന്മാരെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ഈ മാസത്തിലോ ഈ ആഴ്ചയിലോ. അല്ലെങ്കിൽ സ്പെഷ്യൽ ആചാര്യാസ് ആരെ കുറിച്ച് പുറത്ത് അധികം കേൾക്കുന്നില്ല, അത് നമുക്ക് ഈ ക്ലാസ്സിൽ കവർ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ഏതെങ്കിലും ഡിവോട്ടിക്ക് ഗ്രൂപ്പിലുള്ള ഭക്തന്മാർക്ക് എനിക്ക് ഈ ആചാര്യനെ കുറിച്ച് കേൾക്കണം, അപ്പോൾ യു ക്യാൻ ടെൽ മീ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിന് അത് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. സോ അങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാന്വിതാംശ്ച. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമോ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. സോ ഞാൻ വിചാരിച്ചു നമുക്ക് പഞ്ചതത്വ അവിടുന്ന് തുടങ്ങാം. സോ ആർക്കെങ്കിലും പറയാൻ പറ്റോ പഞ്ചതത്വ എന്ന ആരാണ്? ഹു ആർ ദ 5 പഞ്ചതത്വ? രമാദേവി മാതാജി, പഞ്ചതത്വ എന്ന ആരാണ്? ശ്രീ രാധാറാണി, വ്യാസദേവൻ, നാരദ മഹർഷി, വിഷ്ണു ആൻഡ് ശിവ, ചൈതന്യ മഹാപ്രഭു. മാതാജി പറഞ്ഞത് അവർ നിത്യലീലയിൽ ആറാണ്. ഇവിടുത്തെ നെയിം ഞാൻ ചോദിച്ചു, ചൈതന്യ മഹാപ്രഭു ആരാണ്? കൃഷ്ണൻ. രാധാറാണിയാണ് ചൈതന്യ മഹാപ്രഭു ആയിട്ട് വന്നത്. അപ്പൊ അതുപോലെ രാധാറാണി ആരായിട്ടാ വന്നത്? പത്മിനി മാതാജി, ശ്രീലത മാതാജി, ശോഭന. ചൈതന്യ മഹാപ്രഭു, നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭു ആരാണ്? രാധാറാണി ഗദാധര പണ്ഡിതായിട്ട് വന്നു. ഹരേ കൃഷ്ണ. ഗദാധര പണ്ഡിറ്റ്. നിത്യാനന്ദ പ്രഭു ബലരാമൻ. ബലറാം. പിന്നെ ശ്രീവാസപ്രഭു. മഹാപ്രഭു സ്വയം കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ. യെസ്, വ്യാസപ്രഭു. വ്യാസദേവനില്ല. ഗദാധരയാണോ? ഗദാധർ, നിത്യ രാധാറാണി. ശ്രീവാസപ്രഭു നാരദർ. ശ്രീവാസ് പണ്ഡിറ്റ്, നാരദമുനി ശ്രീവാസ് പണ്ഡിറ്റ് ആയിട്ട് അവതരിച്ചു. ഓക്കെ. അദ്വൈതൻ ശങ്കർ. അദ്വൈതാചാര്യ മഹാവിഷ്ണുവും ശങ്കരനും ഒരുമിച്ച് അവതാരം എടുത്തു അദ്വൈതാചാര്യൻ. പഞ്ചതത്വ ആരാണ്? ചൈതന്യ മഹാപ്രഭു, ഹു ഈസ് കൃഷ്ണ ആൻഡ് രാധാറാണി ഒരുമിച്ച്. പിന്നെ നിത്യാനന്ദ പ്രഭു, ബലരാമർ. പിന്നെ അദ്വൈതാചാര്യ മഹാവിഷ്ണുവും ഭഗവാൻ ശങ്കരനും. ഗദാധർ പണ്ഡിറ്റ് ശ്രീമതി രാധാറാണിയുടെ അവതാരം ആൻഡ് നാരദമുനിയുടെ അവതാരം ശ്രീവാസ് ഠാക്കൂർ. സോ ജയ ശ്രീ കൃഷ്ണ ചൈതന്യ
പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസ് ആദി ഗൗര ഭക്തവൃന്ദ. ഈ ശ്ലോകം ചാന്റിങ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ എല്ലാവരും പറയുന്നുണ്ട്. കറക്റ്റ് അല്ലേ? എല്ലാവരും പറയുന്നുണ്ട് ഉണ്ടല്ലോ ഈ ശ്ലോകം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധാര ശ്രീവാസതി ഗൗരഭക്തവൃന്ദ. സോ ഇതില് 5 പഞ്ചതത്വയുടെ പേരുണ്ട്. ലാസ്റ്റില് ശ്രീവാസ് ആദി ഗൗരഭക്തവൃന്ദ. അപ്പൊ ആദി ഗൗരഭക്തവൃന്ദ എന്താ അർത്ഥം? ശ്രീവാസും മറ്റു എല്ലാ ഗൗരഭക്തവൃന്ദ. ശ്രീ ചൈതന്യ മഹാപ്രഭുയുടെ വേറൊരു പേരാണ് ഗൗരംഗ. ചൈതന്യ മഹാപ്രഭുയുടെ പ്രധാന പേരാണ് ശ്രീകൃഷ്ണ ചൈതന്യ, അതാണ് സന്യാസ് നെയിം. പിന്നെ ഗൗരംഗ മഹാപ്രഭു, പിന്നെ വിശ്വംഭർ. സോ ഇതൊക്കെയാണ് ചൈതന്യ മഹാപ്രഭുയുടെ പ്രധാന നെയിംസ്. സോ ഗൗരഭക്തവൃന്ദ എന്ന് വെച്ചാൽ ഗൗരംഗ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സായ മറ്റ് ഭക്തവൃന്ദர்களுം. സോ പഞ്ചതത്വ എന്ന് വെച്ചാൽ ഈ 5 പേരും നമ്മൾക്കാണ്. എല്ലാ ഡിവോട്ടീസും പഞ്ചതത്വയുടെ ഒരു അംശമാണ്. സോ അതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇത് പറഞ്ഞിട്ട് ഹരിനാമം പറയണം. ഓക്കെ. സോ പഞ്ചതത്വയില് നമുക്ക് ഓരോരോ ആഴ്ച ഓരോരോ പേഴ്സണാലിറ്റിയെ കാണാം. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ശ്രീവാസ് ഠാക്കൂർ. ഇന്ന് നമുക്ക് ശ്രീവാസ് ഠാക്കൂറിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ശ്രീവാസ് ഠാക്കൂർ ശ്രീ നാരദ മുനിയുടെ എക്സ്പാൻഷൻ ആണ്. സോ ചൈതന്യ മഹാപ്രഭു, ഗൗരംഗ മഹാപ്രഭു ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അദ്ദേഹം കലിയുഗത്തില് ലീല ചെയ്യാം എന്ന് തീരുമാനിച്ചപ്പോൾ എല്ലാ ഭഗവാന്റെ അസോസിയേറ്റ്സ് പാർഷദ് അവരൊക്കെ തീരുമാനിച്ച് നമുക്കും ഈ ലീലയിൽ പങ്കെടുക്കാം. അപ്പൊ അങ്ങനെ നാരദ മുനി അദ്ദേഹം ശ്രീവാസ് ഠാക്കൂറായിട്ട് അവതാരമെടുത്തു മഹാപ്രഭുവിനെ സഹായിക്കാൻ വേണ്ടി. ചൈതന്യ മഹാപ്രഭു ജനിച്ചതിന് മുൻപ്, കുറെ വർഷം മുൻപ് തന്നെ ശ്രീവാസ് ഠാക്കൂറൊക്കെ അവതാരം എടുത്തിട്ട് അവർ എവിടെ അവതരിച്ചത്? ശ്രീവാസ് ഠാക്കൂർ ബംഗ്ലാദേശ്. ഇപ്പോ ബംഗ്ലാദേശിലുള്ള സില്ലറ്റ് എന്ന ഒരു നഗരത്തിലാണ് അദ്ദേഹത്തിന് ജന്മസ്ഥാനമുണ്ട്. അപ്പൊ അവിടെ അദ്ദേഹം ജനിച്ചത്. അവർ 4 ബ്രദേഴ്സ് ഒരുമിച്ചായിരുന്നു. വീട്ടില് 4 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. ശ്രീപതി, ശ്രീനിധി, ശ്രീവാസ് ആൻഡ് ശ്രീവാസ്, ശ്രീനാഥ്. 4 ബ്രദേഴ്സ് ആയിരുന്നു. അപ്പൊ ഈ 4 ബ്രദേഴ്സും ജന്മം തൊട്ട് തന്നെ അവരുടെ ഫാമിലി തന്നെ ഡിവോട്ടി ഫാമിലി ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് ഭക്തി ചെയ്തുകൊണ്ട് ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, പിന്നെ അതുപോലെ വൈഷ്ണവ ശാസ്ത്രങ്ങളൊക്കെ എപ്പോഴും വായിച്ചുകൊണ്ട് അങ്ങനെ ഒരു നല്ല ഡിവോഷണൽ ഫാമിലി ആയിരുന്നു. ആൻഡ് അവർ ഭക്തി അല്ലാതെ വേറെ എന്തും ചെയ്യില്ല. എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നത്, ഭഗവാന്റെ നാമം പറയുന്നത്, ഭഗവാനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. വീട്ടിൽ നല്ല ഡേറ്റീസ് ഉണ്ടായിരുന്നു അവരുടെ വീട്ടില്. ശാലിഗ്രാം ശീലാവും മഹാവിഷ്ണുവിന്റെ വിഗ്രഹവും അതിന്റെ നല്ല പൂജ ചെയ്തുകൊണ്ട് അങ്ങനെ എപ്പോഴും ഭക്തികാര്യത്തിൽ തന്നെ അവർ ഉണ്ടായിരുന്നു. അവരുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു. ശ്രീവാസ് ഠാക്കൂർക്ക് ഒരു മോന്. ശ്രീവാസ് ഠാക്കൂറിന്റെ വൈഫും നല്ല ഡിവോട്ടി ആയിരുന്നു. ശ്രീവാസ് ഠാക്കൂറിന്റെ വൈഫിന്റെ പേര് മാലിനി ദേവി. അവരുണ്ടായിരുന്നു. ബ്രദേഴ്സ് ഒക്കെ ഡിവോട്ടീസ്. സോ അങ്ങനെ അവർ ഭക്തി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ ശ്രീവാസ് ഠാക്കൂറിന് മനസ്സിലായി ഇപ്പോ സമയം വന്നിട്ടുണ്ട്. കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ സമയം വന്നിട്ടുണ്ട് ചൈതന്യ മഹാപ്രഭു അവതാരം എടുക്കാനായിട്ട്. എവിടെ മഹാപ്രഭു അവതാരം ചെയ്യും? വെസ്റ്റ് ബംഗാളിൽ നവദ്വീപ് എന്ന ഒരു സ്ഥലത്ത്, മായാപൂർ, അവിടെയാണ് ചൈതന്യ മഹാപ്രഭുയുടെ ജന്മം. അപ്പോ ഇനി നമുക്ക് നമ്മുടെ ഈ സ്ഥലം വിട്ട് നമുക്ക് അവിടെ പോയിട്ട് മഹാപ്രഭുവിന്റെ ജന്മം തൊട്ട് ലീലകളൊക്കെ കാണാം എന്ന് ശ്രീവാസ് ഠാക്കൂർ തീരുമാനിച്ച് 4 ബ്രദേഴ്സ്, അവരുടെ വൈഫ്, അവരുടെ ഫാമിലി എല്ലാം കൂടി ഒരുമിച്ച് ബംഗ്ലാദേശ് വിട്ട് അവർ ഇവിടെ, അതായത് നവദ്വീപ് ധാമിലേക്ക് വന്നു. നവദ്വീപ് ധാമിൽ അന്തർദ്വീപ്, നവദ്വീപ് ധാം എന്ന് വെച്ചാൽ 9 ഐലൻഡ്സ്, 9 ദ്വീപ്, നവദ്വീപം. സോ ഓരോരോ ദ്വീപ് ഉണ്ട്, 9 ഐലൻഡ്. സോ ഇതില് സെന്ററിലുള്ള ഐലൻഡാണ് അന്തർദ്വീപ്. ഈ അന്തർദ്വീപിലാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുയുടെ അച്ഛനും അമ്മയും ജഗന്നാഥ് മിശ്രാവും ശചി മാതാവും താമസിച്ചിരുന്നത്. അപ്പൊ ആ സ്ഥലമാണ് മായാപൂർ യോഗപീഠ് എന്ന് പറയും. ഇന്നും ആ സ്ഥലമുണ്ട്.
അവരുടെ വീട്. സോ ഈ ജഗന്നാഥ് മിശ്ര ശശിമാത, അതായത് ചൈതന്യ മഹാപ്രഭുയുടെ അച്ഛൻ അമ്മ, അവരുടെ വീട് അതിന്റെ തൊട്ടടുത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഡിസ്റ്റൻസിൽ ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ശ്രീവാസ് ഠാക്കൂർ താമസിച്ചു. ഇന്നും നമുക്ക് ആ സ്ഥലം പോയി കാണാം. അതിന്റെ പേര് ശ്രീവാസ് ആംഗൻ. ഇവിടെ തന്നെ നവദ്വീപ് ധാമിൽ തന്നെ ഉണ്ട്. സോ അവിടെ ശ്രീവാസ് ഠാക്കൂർ വീട് വെച്ചു. എന്നിട്ട് അവർ ചൈതന്യ മഹാപ്രഭുയുടെ അമ്മയും അച്ഛനും ജഗന്നാഥ് മിശ്ര ശശിമാതയുടെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയി. ആൻഡ് അങ്ങനെ ഇവിടെ അവർ വന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് ചൈതന്യ മഹാപ്രഭു അവതാരം എടുത്തു. പിന്നെ ചൈതന്യ മഹാപ്രഭു ചെറിയ കുട്ടിയായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ പേര് വീട്ടിലൊക്കെ വിളിക്കുന്ന പേരായിരുന്നു നിമായി. സോ നിമായി പണ്ഡിറ്റ്, നിമായി എന്ന് പറയും. അപ്പൊ നിമായിന്റെ ബാല്യലീലകളൊക്കെ ശ്രീവാസ് ഠാക്കൂർ കണ്ടു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ നിമായി വളർന്ന് ഒരു പണ്ഡിതനായിട്ട്, ഒരു സ്കൂൾ ഗോയിങ് ബോയ്, സ്കൂളിൽ പോകുന്ന കുട്ടിയായിട്ട് വളരെ നല്ല എല്ലാ ടീച്ചർ എന്ത് പഠിപ്പിച്ചു കൊടുത്താലും അത് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിലാവും. ഒരു നല്ല സ്കോളർ ആയിട്ട് വന്നു, പണ്ഡിതനായിട്ട് വന്നു. അപ്പോ പണ്ഡിതനായിട്ട് വന്നപ്പോ ചൈതന്യ മഹാപ്രഭു എന്തിനാ അവതരിച്ചത്? ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രവും ഭഗവാൻ കൃഷ്ണന്റെ ഭക്തി, അതായത് എങ്ങനത്തെ ഭക്തി? ഭഗവാൻ ശ്രീകൃഷ്ണൻക്ക് വൃന്ദാവനിലെ ഗോപീസ് എങ്ങനെ ഭക്തി ചെയ്തോ ആ ഭക്തി ഈ ലോകത്തിൽ എല്ലാവർക്കും തരണം, എല്ലാവർക്കും ആ ഭക്തി എങ്ങനെ ചെയ്യണം എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് ചൈതന്യ മഹാപ്രഭു അവതാരം എടുത്തത്. സോ പക്ഷേ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ ഈ സ്കൂൾ ഡേയ്സിൽ അത് പണ്ഡിതനായിട്ട് കല്യാണം കഴിച്ച സമയത്തിലോ ആ പ്രായത്തിലൊക്കെ ഇതൊക്കെ മഹാപ്രഭു ചെയ്തില്ല. പ്രചാരം ചെയ്യുന്നതോ അല്ലെങ്കിൽ ഭക്തി ചെയ്യുന്നതോ അങ്ങനെ കാണിച്ചില്ല. ഒരു നല്ല ബ്രാഹ്മണനായിരുന്നു. നല്ല വ്യാകരണത്തിലൊക്കെ പാണ്ഡിത്യം കിട്ടി. എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കായിരുന്നു സംസ്കൃതവും വ്യാകരണവും. പക്ഷെ ഭക്തിനെ കുറിച്ച് ആരോടും എന്തും പറഞ്ഞില്ല. അത് മാത്രല്ല വളരെ ഒരു ഗ്രേറ്റ് പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് ആരും ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിബേറ്റിന് വന്നാലോ മഹാപ്രഭുവെ ജയിക്കും. സോ അതുകൊണ്ട് മഹാപ്രഭു എല്ലാവരെയും വിളിച്ച് എന്തെങ്കിലും ഒരു തർക്കം ചെയ്യാം. അതായത് വ്യാകരണത്തിലോ ശാസ്ത്രത്തിലോ ഒരു വാക്യം എടുത്തിട്ട് ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഓപ്പോസിറ്റിലുള്ള ആ വ്യക്തി പറയും ഇല്ല ഇങ്ങനെയല്ല, അത് ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. അപ്പൊ മഹാപ്രഭു ഓക്കെ നമുക്ക് തർക്കം ചെയ്യാം, ആര് ജയിക്കും നോക്കാം. അപ്പൊ ഇങ്ങനെ മഹാപ്രഭു എല്ലാവരോടും തർക്കം ചെയ്യും. നവദ്വീപ് ധാമില് എല്ലാവരും പണ്ഡിതനാണ്. ആ കാലത്തിലൊക്കെ നവദ്വീപ് സംസ്കൃതത്തിന്റെ ഒരു ഹബ്ബായിരുന്നു. എല്ലാവരും ഇവിടെ വന്ന് സംസ്കൃതം പഠിച്ചിട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു സ്കോളർലി പ്ലേസ് ആയിരുന്നു. അപ്പൊ ഇവിടെ ഉള്ള പണ്ഡിതന്മാരെല്ലാം തോറ്റു. ചൈതന്യ മഹാപ്രഭു എപ്പോഴും ജയിക്കും. അപ്പോ ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ശ്രീവാസ് ഠാക്കൂർ, അദ്ദേഹത്തിന്റെ ബ്രദേഴ്സ്, പിന്നെ അദ്വൈതാചാര്യ. പക്ഷെ ഇവരൊക്കെ ഭക്തന്മാർ എങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് ഈ പാണ്ഡിത്യത്തിലൊക്കെ അത്രയ്ക്ക് അവരൊക്കെ പണ്ഡിതന്മാരാണ്. പക്ഷെ അവർ പാണ്ഡിത്യമൊക്കെ അത്രയ്ക്ക് ഷോ ഓഫ് ചെയ്യില്ല. അത് മാത്രമല്ല അവർ അതിൽ സമയം തരില്ല. ബിക്കോസ് അവർക്കൊക്കെ ഭഗവാനിന്റെ കഥ പറയുന്നതിലാണ് അധിക രുചി. അതുകൊണ്ട് എന്തിനാ നമ്മൾ വ്യർത്ഥമായിട്ട് ഈ വ്യാകരണം ഈ തർക്കത്തിലും സമയം പോകുന്നത്? ആ സമയം നമുക്ക് ഭക്തിയിൽ യൂസ് ചെയ്യാം. അങ്ങനെയാണ് ഭക്തர்களுടെ മൂഡ്. അതുകൊണ്ട് ശ്രീവാസ് ഠാക്കൂറൊക്കെ റോഡിൽ പോകുമ്പോൾ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ വിളിച്ചാ അവർ എസ്കേപ്പ് ആയി പോകും. എന്തിനാ ഇവനോട് നിന്ന് തർക്കം ചെയ്യുന്നത്? പക്ഷേ ദൂരത്ത് പോയിട്ട് ശ്രീവാസ് ഠാക്കൂറൊക്കെ അവരൊക്കെ പ്രാർത്ഥിക്കും ഭഗവാനോട്. ഇത്ര നല്ല പണ്ഡിതാണ് ഈ നിമായി. ഈ നിമായി ഒരു നല്ല ഭക്തനായിട്ട് എല്ലാവർക്കും പ്രചാരം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പോ ഇങ്ങനെ എല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോ ശ്രീവാസവർക്ക് അറിയില്ല ഈ നിമായാണ് ശരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരം. അപ്പൊ അവർക്ക് അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ശേഷം ഒരു ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ഗയാലേക്ക് പോയിട്ട് അവിടെ ഈശ്വരപൂരി കണ്ട് ദീക്ഷ മേടിച്ചു. ഹരിനാമത്തില് ദീക്ഷ കിട്ടി. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു വല്ലാതെ ഫുള്ളി ട്രാൻസ്ഫോം ആയിട്ട് ഒരു ഭക്തനായിട്ട് തിരിച്ച് നവദ്വീപ് ധാമിലേക്ക് വന്നു. അതായത് ചൈതന്യ മഹാപ്രഭു തീരുമാനിച്ചു ഇനി നമുക്ക് പ്രചാരം തുടങ്ങാം. അതുകൊണ്ട് അദ്ദേഹം ആ ഭക്തി വെളിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ തുടങ്ങിയ ശേഷം അദ്ദേഹം കണ്ടെത്തിയ ആ ഭക്തി പ്രചാരമൊക്കെ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ച സ്ഥലമാണ് ശ്രീവാസ് ഠാക്കൂറുടെ വീട്. അപ്പൊ ഇത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ശ്രീവാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുയുടെ എത്ര പ്രിയമായ ഒരു ഭക്തനാണ്.
ചൈതന്യ മഹാപ്രഭുയുടെ സ്വന്തം വീട് യോഗപീഠ് സച്ചിമാതയുടെ വീടുണ്ട്. പക്ഷെ അവിടെ മഹാപ്രഭു ഈ ഹരിനാമം പ്രചാരം തുടങ്ങി വെച്ചതില്ല. അദ്ദേഹം തുടങ്ങാൻ തീരുമാനിച്ചത് ശ്രീവാസ് ഠാക്കൂറുടെ വീട്ടിലാണ്. അപ്പൊ നമ്മുടെ ഈ സങ്കീർത്തൻ മൂവ്മെന്റിൽ നമ്മളൊക്കെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നുണ്ട്, കീർത്തൻ ചെയ്യുന്നുണ്ട്, ഇത്തരം അമ്പലങ്ങളുണ്ട്, ഇസ്കോൺ ഉണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് ശ്രീവാസ് ഠാക്കൂറുടെ വീട്, ശ്രീവാസ് അംഗൻ. സോ അവിടെ ചൈതന്യ മഹാപ്രഭു പോയിട്ട് ശ്രീവാസ് ഠാക്കൂറോട് പറഞ്ഞു, ഞാൻ എത്ര കാലം വേസ്റ്റ് ചെയ്തു, നിങ്ങളൊക്കെ എപ്പോഴും ഭക്തി ശ്രീമദ് ഭാഗവതം വായിക്കായിരുന്നു, അപ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ വന്നില്ല. നിങ്ങളൊക്കെ പറയായിരുന്നു നീ പണ്ഡിതനൊക്കെ ഈ പാണ്ഡിത്യമൊക്കെ വിട്ടിട്ട് ഹരിനാമം പറയൂ, കൃഷ്ണന്റെ ലീലയൊക്കെ കേൾക്കൂ. പക്ഷെ ഞാൻ വന്നിട്ടില്ല. പക്ഷെ നിങ്ങളൊക്കെ ഇത്രയും കാലമായിട്ട് ചെയ്തു, പക്ഷെ ഇനി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞ് ശ്രീവാസ് ഠാക്കൂറുടെ വീട്ടിൽ ചൈതന്യ മഹാപ്രഭു എപ്പോഴും ഉണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ കീർത്തൻ, അതായത് ലൗഡ് ചാൻഡിങ്, നല്ല ലൗഡ് ചാൻഡിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോ ഇന്നും കുറെ ഡിവോട്ടീസ് ഒക്കെ നവദ്വീപ് ധാമിൽ വന്ന് ചേർന്നു. ഗോവിന്ദ ഘോഷ്, വാസുദേവ് ഘോഷ്, മാധവ ഘോഷ്, പിന്നെ സഞ്ജയ, മുകുന്ദ, ഇവരൊക്കെ നമുക്ക് സന്ധ്യാർത്തി എല്ലാ സ്ഥലത്തും സന്ധ്യാർത്തി ചെയ്യും നമ്മുടെ ഇസ്കോൺ ടെമ്പിളൊക്കെ. അപ്പോ ഒരു പാട്ടുണ്ട്, കിബോ ജയോ ജയോ ഗൗരചാന്ദർ ആരത്തിക ശോഭ. അപ്പൊ അതിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതൊക്കെ വൈഷ്ണവர்களൊക്കെ നവദ്വീപ് ധാമിൽ ഉണ്ടായിരുന്നു. സോ കുറെ ഭക്തന്മാർക്ക് വന്ന് ഇവരൊക്കെ ശ്രീവാസ് ഠാക്കൂറുടെ വീട്ടില് കഥവ് അടച്ചിട്ട് വിത്തിൻ ദ ഹൗസ് മാത്രം ഈ പ്യോർ ഡിവോട്ടീസ് ഒക്കെ ശുദ്ധ ഭക്തന്മാരൊക്കെ ഒരുമിച്ച് കീർത്തൻ ചെയ്യായിരുന്നു. അദ്വൈതാചാര്യ, നിത്യാനന്ദ പ്രഭു, ശ്രീവാസ് ഠാക്കൂർ, ചൈതന്യ മഹാപ്രഭു, പിന്നെ മുരാരി ഗുപ്ത, ഇങ്ങനെ ചില ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുമിച്ച് കീർത്തൻ ചെയ്യായിരുന്നു. അപ്പൊ ആ കീർത്തനിൽ എല്ലാവർക്കും എന്തൊരു ആനന്ദം കിട്ടിയിട്ടുണ്ട്. നമുക്കൊക്കെ ചൈതന്യ ചരിതാമൃതം ഒക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. എല്ലാവരും ആ കീർത്തനം ചെയ്യുമ്പോൾ എല്ലാവരും എക്സ്റ്റാറ്റിക് ആയിട്ട് ഡാൻസിങ്, ഓരോരുത്തർ ഓരോരോ ഭാവത്തിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ കണ്ണീരിനും ടീയേഴ്സ് വരുന്നുണ്ട്. അതായത് അവർക്ക് ഉന്നത പ്രേമ കിട്ടി. അപ്പൊ ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴൊക്കെ നമുക്കൊക്കെ എങ്ങനെ ജപിക്കുന്നുണ്ട്, എപ്പോഴാ ഈ ഹരേ കൃഷ്ണ തീരുന്നത്, എന്റെ 16 റോൾസ് എപ്പോ തീരും, മാല എപ്പോഴാ ഊരി വെക്കാം, എനിക്ക് വേറെ ജോലി ചെയ്യണം. ചാന്റിങ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കുറെ തോട്ട്സ് ഉണ്ടാവും. ഓക്കെ, ചാന്റിങ് സെഷൻ ഇത് ചെയ്യണം, അയ്യോ അത് അവിടെ ഉണ്ട്, അത് ഞാൻ എടുത്തു വെക്കണം. അങ്ങനെ നമുക്ക് മൈൻഡിൽ എത്ര തോട്ട്സ് ഉണ്ട്. പക്ഷെ പ്യോർ ഡിവോട്ടീസ് ചാന്റിങ് ചെയ്ത് ചെയ്ത് അതില് രുചി വന്ന്, അതില് ടേസ്റ്റ് വന്ന്, ഹരിനാമത്തിൽ ആ ഭക്തൻക്ക് ഭഗവാനെ എക്സ്പീരിയൻസ് ചെയ്യാം. ഭഗവാനിന്റെ ഒരു അനുഭൂതി നമുക്ക് ചാന്റിങ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പൊ നമുക്കത് കിട്ടുന്നില്ലല്ലോ, പക്ഷേ പ്യോർ ഡിവോട്ടീസ് അത് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഈ പ്യോർ ഡിവോട്ടീസ് ഒക്കെ, ശുദ്ധ ഭക്തന്മാരൊക്കെ അവിടെ കീർത്തനം ചെയ്യുമ്പോൾ അവർ ഭഗവാന്റെ വിരഹത്തിൽ അവർ ഉണ്ട്. അതായത് അവർക്ക് ഭഗവാനെ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്, ഭഗവാന്റെ അനുഭൂതി ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഭഗവത് ധാമിലേക്ക് തിരിച്ചു പോകണം. സോ ആ ഒരു സ്റ്റേജിൽ അവരൊക്കെ മഹാഭാവം പറയും, അത് എക്സ്പീരിയൻസ് ചെയ്ത് കണ്ണീർ വരുന്നുണ്ട്. എല്ലാവരുടെ ഈ ഹാർ സ്റ്റാൻഡിങ് ഓൺ ഉണ്ട്, രോമാഞ്ചം എല്ലാവർക്കും ഉണ്ട്. സോ അതുപോലെ ഒരു എക്സ്റ്റാറ്റിക് സെഷനാണ് അവിടെ പോകുന്നത്. സോ അങ്ങനെ ആണ് എല്ലാ ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലെല്ലാം ചെയ്തത്. അതുപോലെ തന്നെ ശ്രീവാസ് ഠാക്കൂറിന് മഹാപ്രഭു എത്ര പ്രിയനാണ്, ഇന്നും കുറെ ലീലകളുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കീർത്തൻ എവറിഡേ നൈറ്റ്, എവറിഡേ മഹാപ്രഭു വരും, പകൽ സമയത്ത് കീർത്തൻ ചെയ്യും, രാത്രി കീർത്തൻ ചെയ്യും. അപ്പൊ ശ്രീവാസ് ഠാക്കൂറിന് വളരെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി ചൈതന്യ മഹാപ്രഭു ആണ് ഭഗവാൻ എന്ന്. ആ ഭഗവാൻ തന്നെ വന്നിട്ടുണ്ട് ഈ ഗോലോകധാമിന്റെ പ്രേമ എല്ലാവർക്കും തരാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഒരു ദിവസം ശ്രീവാസ് ഠാക്കൂറിന്റെ മകൻ പാമ്പ് കടിച്ച് ചത്തുപോയി. അപ്പൊ ചത്തുപോയ ശേഷം അദ്ദേഹത്തിന്റെ ബോഡി വീട്ടിൽ വെച്ചിട്ട് വീട്ടിലൊക്കെ ലേഡീസ് ഒക്കെ അദ്ദേഹത്തിന്റെ ബ്രദറൊക്കെ എല്ലാം കരയായിരുന്നു. പക്ഷെ അത് സമയമായി ചൈതന്യ മഹാപ്രഭു കീർത്തൻ ചെയ്യാൻ വേണ്ടി ശ്രീവാസ് ഠാക്കൂർ വീട്ടിലേക്ക് വരുന്ന സമയം. അപ്പൊ ശ്രീവാസ് ഠാക്കൂർ ആലോചിച്ചു ഇപ്പൊ എന്ത് ചെയ്യാനാ. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വരുമ്പോ ഇവരൊക്കെ കരയുന്നുണ്ട്. അപ്പൊ അത് കണ്ട ചൈതന്യ മഹാപ്രഭു ചോദിക്കും എന്താ സംഭവിച്ചു. അപ്പൊ ഇങ്ങനെ എന്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞ, അപ്പൊ ചൈതന്യ മഹാപ്രഭു വന്ന്, ചൈതന്യ മഹാപ്രഭുക്കും വളരെ വിഷമം ഉണ്ടാവും. വളരെ ദുഃഖത്തോടെ ശ്രീവാസ് ഠാക്കൂർ ആശ്വാസം ചെയ്ത്
അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് വരെ അപ്പൊ വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ ബോഡീനെ എന്താ ക്രിമേറ്റോ ഗംഗയിൽ സാധാരണ സർപ്പം ധ്വംസം ചെയ്താൽ അത് ഗംഗയിലാണ് ആ ബോഡി ഇടാൻ. സോ ഇതൊക്കെ ചെയ്യണം. അപ്പൊ ഇതൊക്കെ ചെയ്താൽ എന്താവും? അപ്പോ ഇന്ന് നൈറ്റ് ചൈതന്യ മഹാപ്രഭു കീർത്തൻ ചെയ്യില്ല. ചൈതന്യ മഹാപ്രഭു കീർത്തൻ ചെയ്യാൻ ഒരു ആഗ്രഹത്തിന്റെ കൂടെ വളരെ സന്തോഷത്തോടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് വിഷമിച്ച് കീർത്തനം സ്റ്റോപ്പ് ചെയ്ത് ഇത് ചെയ്യണോ, അതോ ശ്രീവാസക്ക് ആലോചിച്ചു ഇത് ഈ എന്റെ മകൻ മരിച്ച വിവരം തന്നെ പുറത്ത് പറയാതെ ഇത് വെച്ച് നാളെ നമുക്ക് രാവിലെ തന്നെ എല്ലാ കർമ്മങ്ങളും ചെയ്യാം. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വരുന്നുണ്ട്, ഭഗവാൻ വരുന്നുണ്ട്, ഒരു ആഗ്രഹത്തോടെ കീർത്തൻ ചെയ്യണം, ഒരു ആഗ്രഹത്തോടെ വരുന്നുണ്ട്. അപ്പൊ അതിന് ഇതൊന്നും പറയാതെ വെച്ചാ ഭഗവാന്റെ ആഗ്രഹം നടക്കും, ഭഗവാന്റെ സന്തുഷ്ടി നടക്കും. സോ എന്ത് ചെയ്യണം? അപ്പൊ അങ്ങനെ ശ്രീവാസക്ക് തീരുമാനിച്ച് നമുക്ക് ഈ വിഷയം പുറത്ത് പറയണ്ട. അപ്പോ അദ്ദേഹം എല്ലാ ലേഡീസോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന ശബ്ദം പുറത്ത് കേൾക്കാൻ പാടില്ല. ഒരു റൂമിൽ അടച്ചു വെച്ചിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു വന്നു. ശ്രീവാസ് ഠാക്കൂർ എല്ലാ ഭക്തന്മാരും ഉണ്ടായിരുന്നു. ചില ഭക്തന്മാർക്ക് ഈ വിഷയം അറിയാം. പക്ഷെ ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞ ആരും മഹാപ്രഭുവോട് ഈ വിഷയം പറയരുത്. മഹാപ്രഭുവോട് പറഞ്ഞ് മഹാപ്രഭു വിഷമിച്ച് ഇന്നത്തെ കീർത്തൻ സ്റ്റോപ്പ് ചെയ്താൽ ഞാൻ ശ്രീവാസ് ഠാക്കൂർ ഗംഗയിൽ പോയിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പൊ ബിക്കോസ് ചൈതന്യ മഹാപ്രഭുയുടെ സന്തോഷം എനിക്ക് കളയണ്ട. സോ അങ്ങനെ പറഞ്ഞപ്പോ എല്ലാ ഡിവോട്ടീസും മൗനമായിട്ടിരുന്നു. ചൈതന്യ മഹാപ്രഭു വന്നു. ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞ കീർത്തൻ തുടങ്ങാം. ചൈതന്യ വളരെ സന്തോഷത്തോടെ ഭഗവാന്റെ വിഗ്രഹത്തിന് മുൻപ് കീർത്തൻ തുടങ്ങി. അപ്പൊ കീർത്തൻ ചെയ്ത് കുറെ സമയം ശേഷം ചൈതന്യ മഹാപ്രഭു കീർത്തൻ സ്റ്റോപ്പ് ചെയ്തു. എന്നോട് ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, ശ്രീവാസ്, എന്നും ഞാൻ ഇവിടെ വന്ന് കീർത്തൻ ചെയ്യുന്നുണ്ട്, എന്നും നമുക്കൊക്കെ മഹാഭാവന്റെ അനുഭവമുണ്ട്. അപ്പൊ ഇന്നെന്തോ എനിക്ക് ആ ഭാവം വരുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് ഈ വീട്ടില്. അപ്പൊ എന്താന്ന് ചോദിച്ചു. അപ്പൊ ശ്രീവാസ് ഠാക്കൂർ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, എല്ലാ ദിവസം പോലെയാണ് കീർത്തൻ, നന്നായിട്ടുണ്ട്, എല്ലാ ഭക്തന്മാരും ഉണ്ട്. അപ്പൊ മഹാപ്രഭു പറഞ്ഞു, അല്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോ ഇവിടുത്തെ ചില ഡിവോട്ടീസ്, ചില ഭക്തന്മാരൊക്കെ പറഞ്ഞു മഹാപ്രഭുവോട്, ഇങ്ങനെ ഈ വീട്ടില് ഒരു ഡെഡ് ബോഡി ഉണ്ട്. ആരാണ്? ശ്രീവാസ് ഠാക്കൂറിന്റെ സ്വന്തം മകൻ. അദ്ദേഹം മരിച്ചു. പക്ഷെ നിങ്ങളുടെ ആനന്ദത്തിൽ ഭംഗം വരത് എന്ന് അതുകൊണ്ട് ശ്രീവാസ് ഠാക്കൂർ ഇത് നിങ്ങളോട് പറഞ്ഞില്ല. അവിടെ റൂമിലെല്ലാം ഉണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് അത്രയ്ക്ക് ശ്രീവാസ് ഠാക്കൂറോട് ഫീൽ ചെയ്തു. എങ്ങനെ സ്വന്തം മകൻ ആ ദുഃഖം പോലും എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടി കീർത്തനത്തിന്റെ എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ ശ്രീവാസ് ഠാക്കൂറിന് എത്രയ്ക്ക് ചൈതന്യ മഹാപ്രഭു പ്രിയമാണ്. അത് വിചാരിച്ചപ്പോ ചൈതന്യ മഹാപ്രഭു രണ്ടുപേരും ശ്രീവാസ് ഠാക്കൂറോട് പറഞ്ഞു. ഫസ്റ്റ് അവർ ആ മകന്റെ അടുത്തേക്ക് പോയി, ആ റൂമിൽ പോയിട്ട് ആ ഡെഡ് ബോഡി കണ്ടു. അങ്ങനെ ഡെഡ് ബോഡിയെ കണ്ട് ചൈതന്യ മഹാപ്രഭു അതിനെ സ്പർശിച്ച് പറഞ്ഞു, എന്തിനാ ഇത്ര വേഗം, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നീ നിന്റെ അച്ഛനമ്മമാരെ വിട്ടു പോയി, തിരിച്ചു വാ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ആ ശ്രീവാസ് ഠാക്കൂറിന്റെ ആ ഡെഡ് സൺ, മരിച്ചുപോയ മകൻ തിരിച്ച് ജീവിതമായിട്ട് വന്നിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, നിങ്ങൾ എന്താ അച്ഛനമ്മയെ കുറിച്ച് പറയുന്നുണ്ട്? ഈ ജന്മത്തിൽ എനിക്ക് ശ്രീവാസും മാലിനി ദേവിയുമാണ് അച്ഛനും അമ്മയും. ഇപ്പൊ ഞാൻ മരിച്ച ശേഷം എനിക്ക് വേറെ ഒരു ശരീരം കിട്ടും. അപ്പൊ അതില് വേറെ ഒരാണ് അച്ഛനും അമ്മയും. അപ്പൊ എങ്ങനെ നിങ്ങൾ തീരുമാനമായിട്ട് ഇതാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ന് പറയും? അപ്പൊ അത് മാത്രമല്ല, എനിക്ക് മരിച്ചു പോകണം. എന്തിനാ? നേരത്തെ മരിച്ചപ്പോ സ്വർപ്പം ധ്വംസമായിട്ട് എന്റെ മനസ്സ് എവിടെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ ഞാൻ കാണുന്നത് ഭഗവാന്റെ മുഖാരവിന്ദമാണ്. ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാന്റെ ശബ്ദം കേട്ടുകൊണ്ട് കീർത്തൻ നടക്കുന്ന ഈ സ്ഥലത്തിൽ ഇപ്പൊ ഞാൻ മരിച്ചു പോയാൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ഭൗതിക ലോകത്തിന് മുക്തി കിട്ടി ഞാൻ തിരിച്ച് ഭഗവത്ധാമിലേക്ക് പോകും. അപ്പൊ ആ ഒരു ഭാഗ്യം ഞാൻ കളയണോ? അതുകൊണ്ട് ഭഗവാൻ എനിക്ക് അനുമതി, എനിക്ക് പെർമിഷൻ തരൂ, ഞാൻ ഈ ലോകം വിട്ട് പോവാം. അങ്ങനെ വന്ന് പറഞ്ഞിട്ട് എല്ലാരെയും ആശ്വാസപ്പെടുത്തിയിട്ട് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ മുഖം കണ്ടുകൊണ്ട് ആ മകൻ തിരിച്ച് മരിച്ചുപോയി. എന്നിട്ട് ഭഗവത്ധാമിലേക്ക് തിരിച്ചുപോയി. അപ്പൊ അങ്ങനെ ഈ സംഭവം നടന്നപ്പോ ശ്രീവാസ് ഠാക്കൂർ എല്ലാ ഭക്തന്മാർക്കും ആശ്ചര്യമായി. എല്ലാവർക്കും മനസ്സിലായി ചൈതന്യ മഹാപ്രഭു തീർച്ചയായിട്ടും ഭഗവാനാണ്. അപ്പൊ ഇതൊക്കെ ശേഷം അപ്പോ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവും ശ്രീവാസ് ഠാക്കൂറോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി നീ ഇത്ര ദുഃഖം സഹിച്ചു, നിങ്ങളുടെ ഈ ഒരു
ആക്ടിവിറ്റി കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എത്രയ്ക്ക് ശ്രീവാസ് ഠാക്കൂർ നിനക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നോട് നിങ്ങൾക്ക് എത്ര പ്രേമയുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾക്ക് ഒരു മകൻ ഇല്ല എന്ന് ആലോചിക്കേണ്ട. ഞാനും നിത്യാനന്ദ പ്രഭുവും നിന്റെ 2 മക്കളാണ്. നിനക്ക് ഒരു മകൻ പോയിട്ടുള്ളൂ. പക്ഷെ ഇന്നു മുതൽ നിനക്ക് 2 മകനുണ്ട്. ഞാനും നിത്യാനന്ദ പ്രഭുവും എപ്പോഴും നിന്റെ മകൻ പോലെ നിന്റെ വീട്ടിൽ തന്നെ ഉണ്ടായത് നിനക്ക് എല്ലാ സർവീസും ചെയ്യും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു പ്രോമിസ് ചെയ്തു ശ്രീവാസ് ഠാക്കൂർ. അപ്പൊ എത്ര ഒരു ഗ്രേറ്റ് ഡിവോട്ടിയാണ് ശ്രീവാസ് ഠാക്കൂർ. ചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ അദ്ദേഹത്തിന്റെ മകനായിട്ട് ആഹാർ തീരുമാനിച്ചു. ഇത്രയൊക്കെ ഭഗവാനും ഭക്തനും ഉള്ള ഒരു ലവിങ് അഫെക്ഷൻ. അപ്പോ ഈ ലീലയെ തൊട്ട് നമുക്ക് എത്ര വിഷയങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ശ്രീവാസ് ഠാക്കൂറിന്റെ ഈ ഒരു ലീല കണ്ടിട്ട് നമുക്ക് എത്ര ലെസൺസ് കിട്ടുന്നുണ്ട്. എങ്ങനെ നമുക്ക് നമ്മുടെ സുഖം അതാണ് പ്രധാനം എന്ന് വി ഷുഡ് നോട്ട് തിങ്ക്. ഭഗവാന്റെ എന്ത് സുഖമാണോ, ഭഗവാന്റെ എന്ത് ഒരു സന്തോഷമാണോ, അതിനു വേണ്ടി ഭക്തൻ എന്തും ചെയ്യാൻ തയ്യാറുണ്ട്. അതാണ് ഒരു ഭക്തന്റെ മൂഡ്. അത് നമുക്ക് ശ്രീവാസ് ഠാക്കൂർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, എങ്ങനെ ഡെയ്റ്റി വർഷം ഭഗവാൻ വിഗ്രഹ സേവ എങ്ങനെ ചെയ്യണം അതും ശ്രീവാസ് ഠാക്കൂർ കാണിച്ചു. അതുപോലെ തന്നെ ഭഗവാൻ ആ ഒരു സന്തോഷത്തിന് വേണ്ടി ശ്രീവാസ് ഠാക്കൂറിന്റെ വീടിൽ എന്നും കീർത്തനം ഉണ്ടായിരുന്നു. ആലോചിക്കുന്നില്ല ഇന്ന് കീർത്തനം ചെയ്തു അപ്പൊ വീട് ക്ലീൻ ചെയ്യണം, ഒരു 2 ദിവസം നമുക്ക് പ്രോഗ്രാം വെക്കണ്ട, നമുക്ക് ആഴ്ചയിൽ ഒരു പ്രോഗ്രാം നമ്മുടെ വീട്ടിൽ വെച്ചാൽ മതി, ദിവസം എത്ര ഡ്യൂട്ടീസ് വന്നാ എങ്ങനെ നോക്കും അവരൊക്കെ, അങ്ങനെ ആലോചിച്ചില്ല. എവറിഡേ, അതായത് ഒരു ഗൃഹസ്ഥൻ ഒരു ഡ്യൂട്ടി ആയ അദ്ദേഹത്തിന് വീട് സമ്പത്ത് എല്ലാം ഭഗവാന് വേണ്ടിയാണ്. ഓൾവേസ് യൂസിങ് ഫുൾ കൃഷ്ണ സർവീസ്. അപ്പോ ആ വീട് എന്തിനുണ്ട്? ഭക്തർക്ക് വന്ന് അവർ ലീല ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രീവാസ് ഠാക്കൂറിന്റെ ചരിത്രം നോക്കിയാൽ എപ്പോഴും ഭക്തന്മാരൊക്കെ ശ്രീവാസ് ഠാക്കൂർ വീട്ടിൽ കൂടി ഇരിക്കുകയായിരുന്നു. ഓൾവേസ് ഭക്തന്മാർക്ക് വെറും അവിടെ ഇരുന്ന് ഭഗവാൻ കൃഷ്ണന്റെ ലീല ചർച്ച ചെയ്യും. അല്ലെങ്കിൽ ശ്രീവാസ് ഠാക്കൂറിന്റെ ശ്രീവാസ് ഠാക്കൂറിന്റെ ആ മുറ്റത്ത് കുറെ പുഷ്പ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഭക്തர்களൊക്കെ അവിടെ വന്നിട്ട് ശ്രീവാസ് ഠാക്കൂറിന്റെ കൂടെ എല്ലാവരും കൃഷ്ണനിലെ ചർച്ച ചെയ്ത് പുഷ്പം എടുത്തുകൊണ്ട് അവർ വീട്ടിലേക്ക് പോയിട്ട് അവിടെ പൂജ ചെയ്യും. സോ അങ്ങനെ ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിൽ എപ്പോഴും ഭക്തന്മാർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വീടും ശ്രീവാസ് ഠാക്കൂർ കാണിച്ചു തരുന്നുണ്ട്, ഒരു ഗൃഹസ്ഥന്റെ വീടും അങ്ങനെ തന്നെ ഉണ്ടാവും. എപ്പോഴും ഭക്തന്മാർ വരണം, പ്രസാദം കഴിക്കണം, കൃഷ്ണലീല ചർച്ച ചെയ്യണം, കീർത്തൻ ചെയ്യണം, പ്രോഗ്രാം എപ്പോഴും ഉണ്ടാവണം ഒരു വീട്ടില്. അപ്പോഴാണ് അവിടെ ഭഗവാന് ഉള്ളത്. വെറും നമ്മൾ മാത്രം വീട്ടില് നമ്മൾ ഭൗതിക കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ഓഫീസ് പോയിട്ട് വന്ന് ഉറങ്ങുന്നത്, കഴിക്കുന്നത്, ഇങ്ങനെ മാത്രം ചെയ്താൽ അതൊരു വീട്, ആ വീട്ടില് ഭഗവാൻ ഉണ്ടാവില്ല. അവിടെ ഭക്തന്മാരും എവറിഡേ ഹരിനാം സങ്കീർത്തനം ചെയ്താൽ അത് നന്നായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറയാം, എങ്ങനെ എന്റെ വീട്ടില് എവറിഡേ ഞാൻ എങ്ങനെ ഡിവോട്ടീസിനെ ഇൻവൈറ്റ് ചെയ്യും? എത്ര പേര് വന്നാൽ ഞാൻ അവർക്ക് കുക്ക് ചെയ്യണ്ടേ, ഞാൻ അവരെ നോക്കണ്ടേ? അപ്പൊ എനിക്ക് ഓഫീസിൽ പോയിട്ട് ഇതിനൊക്കെ എവിടെയാ സമയം? അപ്പൊ അത്രയ്ക്ക് നമുക്ക് ബുദ്ധിമുട്ടണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അമ്മ, അച്ഛൻ, ഹസ്ബൻഡ്, വൈഫ്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഡിവോട്ടി ആയ എല്ലാവരും ഒരുമിച്ച് അപ്പോൾ തന്നെ ഒരു വീട്ടിൽ എന്തായാലും ഒരു 4-5 അംഗങ്ങൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഒരുമിച്ച് ഭക്തി ചെയ്യാം. എവറിഡേ ഈവനിങ് കുറച്ചു നേരം കീർത്തൻ ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് കർത്താലൊക്കെ വെച്ചിട്ട് ഭഗവാന്റെ ഫോട്ടോ ഡേറ്റ് ചെയ്യുന്ന മുൻപേ ഇരുന്ന് എല്ലാവരും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് കീർത്തൻ ചെയ്യാം. എന്നിട്ട് ഭാഗവതം, ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം വായിക്കാം. എല്ലാവരും അതിന്റെ ട്രാൻസ്ലേഷൻ പഠിക്കാം. സോ ഇങ്ങനെ ചെയ്താലും അത് ഭക്തസംഗമാണ്. അതായത് വീട്ടില് എപ്പോഴും ഒരു സമയമെങ്കിലും ഒരു 1 hour 2 hour വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ച് ഒരു സത്സംഗനെ പോലെ ചെയ്യണം. ആൻഡ് നമുക്ക് എപ്പോ സമയം കിട്ടുന്ന ആഴ്ചയിൽ ഒരു ദിവസമോ, ആഴ്ചയിൽ 2 ദിവസമോ, മാസത്തിന് 2 ദിവസമോ എല്ലാ ഭക്തന്മാരും, നമ്മുടെ അടുത്തുള്ള ഭക്തന്മാരൊക്കെ വിളിച്ചിട്ട് അവിടെ ഒരു നന്നായിട്ട് ഒരു പ്രോഗ്രാം വെക്കാം. സോ ഇങ്ങനെ നമുക്ക് ശ്രീവാസ് ഠാക്കൂറിന്റെ ഫുഡ് സ്റ്റെപ്സ്, ശ്രീവാസ് ഠാക്കൂറിന്റെ എക്സാമ്പിൾ നമുക്ക് ഫോളോ ചെയ്യാം. അദ്ദേഹത്തിന്റെ വീട്ടിൽ എപ്പോഴും സോ ഇങ്ങനെ ചെയ്താൽ അപ്പോ ഭഗവാൻ സന്തുഷ്ടിയാവും. ഇങ്ങനെ വൈഷ്ണവരുടെ സേവ ചെയ്യുമ്പോൾ നമുക്ക് ദിവസവും കുറച്ച് സമയം ഇങ്ങനെ കീർത്തനിലും ശ്രീവാസന്റെ വീട്ടിനെ പോലെ എപ്പോഴും കീർത്തനും ഭാഗവും വായിച്ച് അപ്പോൾ നമുക്ക് രാവിലെ ചാൻറ്റിങ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ടേസ്റ്റ്,
അതിൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ ചാൻറ്റിങ്ങിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എന്തോ ചെയ്യണം, അതുകൊണ്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഉണ്ടാവും. അതിലൊരു ഉത്സാഹം നമുക്ക് കിട്ടില്ല. പക്ഷെ ഇങ്ങനെ ശ്രീവാസ് താക്കൂർ അങ്ങനെ വൈഷ്ണവാചാര്യന്റെ ജീവിതം എപ്പോഴും റിമെമ്പർ ചെയ്തുകൊണ്ട് അതിൽ ഫോളോ ചെയ്യണം എന്നൊരു ആഗ്രഹത്തോടെ നമുക്ക് ഫോളോ ചെയ്ത് നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ അപ്പോൾ നമുക്ക് ചാൻറ്റിങ്ങിൽ ടേസ്റ്റ് വരും. അതെങ്ങനെ സംഭവിക്കുന്നത്? ബിക്കോസ് നമ്മൾ ഇങ്ങനെ വൈഷ്ണവാചാര്യന്റെ ജീവിതം കേട്ട് മനസ്സിലാക്കി നമ്മൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ആചാര്യന്മാർ നമ്മളോട് കൃപ കാണിക്കും. അവർക്ക് മനസ്സിലാവും, എങ്ങനെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോ ഞാൻ ഇദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ബിക്കോസ് അവരുടെ അടുത്ത് ഭഗവാന്റെ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഈ ഭക്തന്മാരൊക്കെ അവരുടെ അടുത്ത് കൃഷ്ണ പ്രേമയുണ്ട്. അവർക്ക് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു മീത് പ്രേമയുണ്ട്. അപ്പൊ ആ പ്രേമ അവർ നമുക്കും കുറച്ച് തരും. അപ്പൊ അവരുടെ കരുണ നമുക്ക് കിട്ടിയ അപ്പൊ നമ്മുടെ സ്പിരിച്വൽ ലൈഫ് നന്നായിട്ട് പോകും. നമുക്ക് ആ വൈഷ്ണവ കൃപ എപ്പോഴും വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഇവരുടെ ജീവിതമൊക്കെ കേട്ട് അപ്പോൾ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം കൂടി. ശ്രീവാസ് താക്കൂർ, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നു, എനിക്കും ഇങ്ങനെ ആവണം, എനിക്ക് നിങ്ങൾ ബ്ലെസ് ചെയ്യൂ. അങ്ങനെ ശ്രീവാസ് താക്കൂർ പ്രാർത്ഥിക്കാം. ഭഗവാനിനെ കാട്ടിലും ഭഗവാന്റെ ഭക്തர்கள் ഇന്നും കൃപാളുവാണ്, ഇന്നും കരുണാമയനാണ്, അവർ ഇന്നും ആക്സസിബിൾ ആണ്. ഭഗവാൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ കേൾക്കണോ ആവോ നമുക്കറിയില്ല. പക്ഷേ വൈഷ്ണവ ആചാര്യന്മാർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ നമുക്ക് ഈ ഭക്തി മൂവ്മെന്റ് ഇന്നും വലുതാക്കാം, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം. അവരുടെ ഒരേ ആഗ്രഹം എല്ലാവരും കൃഷ്ണഭക്തി ചെയ്യണം. അതുകൊണ്ട് ആരെങ്കിലും എനിക്ക് ഭക്തി എനിക്ക് നല്ല ഭക്തനാവണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വന്നാൽ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് കേട്ട് അവർ ബ്ലെസ് ചെയ്യും. അതുകൊണ്ടാണ് വൈഷ്ണവ ആചാര്യന്മാരുടെ കൃപ കിട്ടാൻ ഇന്നും എളുപ്പമാണ്. പക്ഷെ നമുക്ക് എന്ത് ഉണ്ടാവണം? സിൻസിയാരിറ്റി ഉണ്ടാവണം, അവരുടെ ജീവിതത്തിലൊക്കെ ഫെയ്ത്ത് ഉണ്ടാവണം. ശരിക്കും ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഈ ജീവിതം കേൾക്കുന്ന കഥയൊക്കെ സത്യമാണ്, നമുക്ക് അദ്ദേഹത്തിനെ പോലെ ആവണം എന്ന ഒരു ഫെയ്ത്ത് ഉണ്ടാവണം, ഒരു സിൻസിയാരിറ്റി ഉണ്ടാവണം. ഈ രണ്ടും ഉണ്ടായിട്ട് നമുക്ക് ആ ആചാര്യന്മാർ ശ്രീവാസക്ക് പ്രാർത്ഥിച്ചാൽ അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയിലൊക്കെ വിഘ്നങ്ങളൊക്കെ പോവും. ആൻഡ് നമ്മുടെ ഏത് ഭക്തി ആഗ്രഹമുണ്ടോ, സ്പിരിച്വൽ ലൈഫിന് സാധകമായിട്ട് ഏതൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ പൂർത്തിയാവും. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ശ്രീവാസ് താക്കൂറിനെ കുറിച്ച് കേട്ടു. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങളൊക്കെ പറയാം ശ്രീവാസ് താക്കൂറിനെ കുറിച്ച് തന്നെ കേൾക്കണോ അതോ വേറെ ഏതെങ്കിലും ആചാര്യനെ കുറിച്ച് കേൾക്കാം. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ കമന്റ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ചെയ്ത് ആ പ്രഭുവിന്റെ പാർഷദൊക്കെ ലീല ചെയ്ത സ്ഥലമാണ് ഈ നവദ്വീപ് എന്ന് പറയുന്നത്. നവദ്വീപ് വെസ്റ്റ് ബംഗാളിന്റെ അകത്താണ്. വെസ്റ്റ് ബംഗാളിന്റെ അകത്ത് ഈ നാദിയ എന്ന ഡിസ്ട്രിക്ട്, ഇപ്പോ നാദിയ ഡിസ്ട്രിക്റ്റിന്റെ അകത്താണ് ഈ നവദ്വീപ് ധാം എന്നത്. നവദ്വീപ് എന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ് 9 ഐലൻഡ്, 9 ദ്വീപുകളുണ്ട്. 9 ദ്വീപിന്റെ പേര് പറയാം, വേണമെങ്കിൽ എഴുതിയെടുക്കാം. അന്തർദ്വീപ്, സീമന്തദ്വീപ്, ഗോദ്രുമദ്വീപ്, മധ്യദ്വീപ്, കോലദ്വീപ്, റീതുദ്വീപ്, ജാനുദ്വീപ്, മോദദ്രുമദ്വീപ്, രുദ്രദ്വീപ്. ഇതാണ് 9 ഐലൻഡ്സിന്റെ പേര്. അപ്പോൾ ശരിക്കും നവദ്വീപ് ധാം അവതാരം എടുത്ത ചരിത്രം വേറെയാണ്. അത് നമുക്ക് അകത്തേക്ക് പോകാൻ വളരെ ഡീപ്പാണ്, ഇപ്പൊ സമയമില്ല. പക്ഷെ ഞാൻ ചുരുക്കി പറയാം, നവദ്വീപ് ധാം പ്രതിഷ്ഠ ചെയ്തത്, നവദ്വീപ് ധാമിനെ ക്രിയേറ്റ് ചെയ്തത് ബ്രഹ്മാവോ ഭഗവാൻ കൃഷ്ണനോ അല്ല, ശ്രീമതി രാധാറാണിയാണ്. ശ്രീമതി രാധാറാണിയുടെ ആഗ്രഹം തോന്നി ഗോലോക വൃന്ദാവനിൽ കൃഷ്ണൻക്ക് ഒരു ഗിഫ്റ്റ് ചെയ്യണം. അപ്പോ കൃഷ്ണൻക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പുതിയ സ്ഥലം ശ്രീമതി രാധാറാണി ഡിസൈൻ ചെയ്തു. അതായത് ഒരു താമര പുഷ്പത്തിനെ പോലെയാണ് ഇതിന്റെ ഷേപ്പ്. അപ്പൊ 8 പെട്ടലുണ്ട്, അതാണ് 8 ഐലൻഡ്. സെന്ററിൽ ആ മഞ്ഞ കളറിൽ ലോട്ടസിൽ ഉണ്ടാവില്ലേ സെന്റർ പാർട്ട്, അതാണ് അന്തർദ്വീപ്, അത് ഒരു ഐലൻഡ്. സോ ഇങ്ങനെ 9 ഐലൻഡ് താമര പുഷ്പത്തിന്റെ ഷേപ്പില്. അതിന് ഇടയ്ക്കിടയ്ക്ക് വളരെ അധികം പുണ്യനദികൾ, അതായത് ഗംഗ, യമുന, സരസ്വതി, കാവേരി, താമ്രപരണി, ഗോദാവരി
ഇങ്ങനെയുള്ള എല്ലാ പുണ്യനദികളും ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് പോകും. അങ്ങനെയാണ് ഈ ദ്വീപുകളൊക്കെ ഫോം ചെയ്യുന്നത് പുഷ്പത്തിനെ പോലെ. അപ്പൊ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അതിൽ എല്ലാ നല്ല നല്ല വൃക്ഷങ്ങൾ, പുഷ്പവൃക്ഷങ്ങൾ, പിന്നെ ഫലവൃക്ഷങ്ങൾ, എല്ലാം മാന്, എല്ലാ വിധமான ആനിമൽസ്, സുന്ദരമായിട്ടുള്ള ആനിമൽസ്, ബേർഡ്സ് എല്ലാം ഇന്ന് വൃന്ദാവനെ പോലെ തന്നെ, പക്ഷെ വേറെ ഒരു സ്ഥലം വളരെ ഭംഗിയുള്ളത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് നവദ്വീപ് ധാം രാധാറാണി കൃഷ്ണന് വേണ്ടി ഗിഫ്റ്റ് ചെയ്തു. അപ്പോ കൃഷ്ണൻ ആ ഗിഫ്റ്റ് കണ്ടിട്ട് വളരെ സന്തോഷമായിട്ട് പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി നീ ഈ സ്ഥലം ഗിഫ്റ്റ് ചെയ്തു, ഈ ധാം എനിക്ക് വളരെ പ്രിയമാണ്. കലിയുഗത്തിൽ ഞാൻ നിന്റെ ശ്രീമതി രാധാറാണീന്റെ മൂഡ് ഭാവം എടുത്തിട്ട് ഞാൻ ഈ ധാമിൻ കൂടെ ഞാൻ ഭൂലോകത്തിൽ അവതാരം ചെയ്യാം. സോ അങ്ങനെയാണ് ഈ നവദ്വീപ് ധാം ഭഗവാൻ കൃഷ്ണൻ ഭൂലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ശ്രീമതി രാധാറാണിയുടെ മൂഡ്, ഒരു ഭക്തന്റെ മൂഡ് എടുത്തുകൊണ്ട് ഈ ഹരിനാമം പ്രചാരം ചെയ്യാൻ വേണ്ടി നവദ്വീപ് ധാമിന്റെ കൂടെ മഹാപ്രഭു അവതാരം ചെയ്തു. പക്ഷേ ഭഗവാൻ എപ്പോ അവതാരം ചെയ്യുന്നുണ്ടോ, സ്വപാർഷദ സ്വീയോധാമ സഹ അവതാരി ഭക്തനവർ പറയുന്നുണ്ട്. സോ മഹാപ്രഭു ഭഗവാൻ ഏത് ഒരു അവതാരത്തിലും അവതാരം ചെയ്താലും സ്വപാർഷദ, അദ്ദേഹത്തിന്റെ പാർഷദ, അദ്ദേഹത്തിന്റെ അവിടെയുള്ള ഭക്തന്മാർ, ശുദ്ധ ഭക്തന്മാർ, നിത്യഭക്തന്മാർ, അവരുടെ കൂടെ അവരെയും കൊണ്ടുവരും. ആൻഡ് അദ്ദേഹത്തിന്റെ സ്വന്തം ധാം, അദ്ദേഹം ലീല ചെയ്യുന്ന ആ സ്ഥലമാണ് ധാം എന്ന് പറയുന്നത്. സോ ഭഗവാന്റെ ധാമം കൊണ്ടുവരും. സോ സ്വപാർഷദ സ്വീയോധാമ സഹ അവതാരി, ഇതൊക്കെ സഹിതമാണ് ഭഗവാൻ അവതാരം ചെയ്യുന്നത്. സോ അങ്ങനെ ചൈതന്യ മഹാപ്രഭു അവതാരം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നിത്യധാമമാണ് നവദ്വീപ് ധാമിന്റെ കൂടെ വന്നു. സോ ഈ നവദ്വീപ് ധാം ഇന്നും ഈ ഭൂലോകത്തിലുണ്ട്, നമ്മുടെ ഈ വെസ്റ്റ് ബംഗാളിലുണ്ട്. ഇവിടെ ഈ 9 ഐലൻഡ്സും അവിടെ ഈ ഓരോരോ ദ്വീപിലും ചൈതന്യ മഹാപ്രഭു മാത്രമല്ല, മറ്റു എല്ലാ യുഗത്തിലും, സത്യയുഗം, ത്രേതായുഗം, ദ്വാപര യുഗത്തിൽ കൃഷ്ണർ, നരസിംഹദേവ്, രാമചന്ദ്ര ഭഗവാൻ എല്ലാവരും ഈ നവദ്വീപ് ധാമിലേക്ക് വന്ന് ലീല ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ നവദ്വീപ് ധാമിൽ തന്നെ എത്ര അമ്പലങ്ങളാ കാണാനുള്ളത്. ഓരോരോ സ്ഥലത്തും ഓരോ ലീലകൾ ചെയ്തിട്ടുണ്ട്. നരസിംഹ ഭഗവാൻ ഇവിടെ വന്ന് വിശ്രാമം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നരസിംഹ പള്ളിയുണ്ട്. അതുപോലെ തന്നെ ഭഗവാൻ രാമൻ വനവാസ സമയത്ത് ഈ നവദ്വീപ് ധാമിലേക്ക് വന്ന് ഇവിടെ ഒരു ലീല ചെയ്തിട്ടുണ്ട്. കൃഷ്ണൻ അദ്ദേഹവും ദ്വാപര യുഗത്തിൽ രാജസൂയ സാക്രിഫൈസ്, പാണ്ഡവർകളൊക്കെ രാജസൂയ സാക്രിഫൈസ് നടത്തിയ സമയത്ത് ഭഗവാനും ഇവിടെ വന്ന് ഒരു ചെറിയ യുദ്ധം ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ നവദ്വീപ് ധാം ഇവിടെ എപ്പോഴും നിത്യമായിട്ടുണ്ട്. അതായത് മഹാപ്രഭുവിന് വേണ്ടി കലിയുഗത്തിൽ മാത്രം വന്നിട്ടില്ല, അതിന് മുൻപ് തന്നെ ഈ ധാം ഇവിടെ ഉണ്ട്. ഭഗവാൻ എല്ലാ അവതാരത്തിലും ഇവിടെ വന്നിട്ടുണ്ട്. ആൻഡ് മെയിൻ ആയിട്ട് കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതാരം ചെയ്ത് ഈ നവദ്വീപ് ധാമിലൊക്കെ അദ്ദേഹം ഭ്രമണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നടന്നു തന്നെ ഇവിടെ ഒക്കെ പോയിട്ട് ലീലകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതാരം എടുത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ പാർഷദ്, അദ്ദേഹത്തിന്റെ നിത്യഭക്തനായിട്ടുള്ള ശ്രീവാസ് താക്കൂർ, അദ്വൈത് ആചാര്യ, അതുപോലെ ഇന്നും കുറെ ഭക്തന്മാർ അവരൊക്കെ ഇവിടെ അവതാരം ചെയ്തു മഹാപ്രഭു സഹായിക്കാൻ വേണ്ടി. സോ അവരുടെ ലീലാസ്ഥലങ്ങൾ, അവരുടെ വീട്, അതൊക്കെയും ഇവിടെ ഉണ്ട്. ഇതാണ് നവദ്വീപ് ധാം. സോ നിങ്ങളൊക്കെ മായാപൂർ വന്നാൽ നമുക്ക് ഈ നവദ്വീപ് ധാമിനെ കുറച്ചായിട്ട് കാണാം. നവദ്വീപ് ധാം ശരിക്കും നവദ്വീപ് ധാമിന്റെ മഹിമ, അതായത് ഈ നവദ്വീപ് ധാമിന്റെ എന്തൊരു പൊട്ടൻസി ഉള്ളു, അതൊക്കെ ഭക്തിവിനോദ് ഠാക്കൂർ നവദ്വീപ് ധാം മഹാത്മ്യ എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് വായിച്ചാൽ നമുക്ക് അറിയും നവദ്വീപ് ധാമിന്റെ ശക്തി തന്നെ എത്രയാണ്. ഈ നവദ്വീപ് ധാമിൽ അതിൽ പറയുന്നുണ്ട്, ഒരു രാത്രി ഈ നവദ്വീപ് ധാമിൽ താമസിച്ച് ഇവിടെ ഉറങ്ങിയാൽ അപ്പോ എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും ഒരു 100 വർഷം താമസിച്ച് ഭക്തി ചെയ്ത എന്ത് ഫലം കിട്ടുമോ അത് നവദ്വീപ് ധാമിലെ ഒരു രാത്രി കൊണ്ട് നമുക്ക് സ്റ്റേ ചെയ്താൽ കിട്ടും. അങ്ങനെ കുറെ ഗ്ലോറീസ് ഉണ്ട് നവദ്വീപ് ധാമിന്. അതൊക്കെ ആ ബുക്കിലുണ്ട്, നവദ്വീപ് ധാം മഹാത്മ്യം. പക്ഷെ ഞാൻ ജസ്റ്റ് നവദ്വീപ് ധാം എങ്ങനെ വന്നു അത് വളരെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ ആണോ മാതാജി?